കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭൂമിയിൽ കർത്താവ് അവസരമൊരുക്കി. ആമേൻ. നമ്മളെപ്പോലുള്ള അനേക സൃഷ്ടങ്ങൾ ആമേൻ പലവിധ ആപത്തുകളിലും അനർത്ഥങ്ങളിലും പ്രതികൂലങ്ങളിലുമായിരിക്കുമ്പോൾ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നവരെ കാത്തുപരിപാലിച്ചു. കർത്താവ് നടത്തി. കുടുംബത്തോടൊപ്പം തലമുറകളോടൊപ്പം ദൈവം തന്ന ആരോഗ്യത്തോടൊപ്പം ഒരുമിച്ച് സന്തോഷത്തോടെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും അവസരമൊരുക്കിയല്ലോ. കർത്താവിന് ആമേൻ സകല മഹത്വവും സകല പുകഴ്ചയും അർപ്പിച്ച് ഇന്ന് പകലിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. യഹോവ അവളെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ അവളെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മളെ ഓരോരുത്തരെയും ആമേൻ കർത്താവ് ഓർക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ ലൈവിലും നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലും ഈ ഹാളിനകത്തും ആയിരിക്കുന്നവർ ഇന്ന് പകലിൽ ഒന്നുകൂടെ നിങ്ങളുടെ അധരങ്ങൾക്കകത്തു നിന്ന് ആമേൻ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഇന്ന് പകലിൽ സ്വർഗം എന്നെ ഓർക്കുന്നൊരു പകല. ഇന്ന് പകലിൽ വ്യക്തിപരമായി എൻ്റെ പേർ വിളിച്ച് എന്നെ ഓർക്കുന്ന ദൈവം, എന്നെ മറന്നു കളയാതെ ആമേൻ എന്നെ കൈവിട്ട് കളയാതെ ഞാനായിരിക്കുന്ന ആമേൻ ഏത് സ്ഥാനത്തായിരുന്നാലും എന്നെ ഓർക്കുന്നൊരു ദൈവം, പ്രിയ ദൈവ പൈതലേ, നമ്മളെ ഓരോരുത്തരെയും ഓർക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ആമേൻ മാനിക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ ഇന്ന് പകലിൽ ഓർക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നമ്മളെ ഓർക്കുന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എൻ്റെ ദൈവം. സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എൻ്റെ ദൈവം. ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. ഓ കൂരിരുളിൻ താഴ്വരയിലും ഭീതിപ്പെടുത്തും വേളയിലും, കൂരിരുളിൻ താഴ്വരയിലും ഭീതിപ്പെടുത്തും വേളയിലും, എൻ്റെ അരികിൽ വന്ന് എന്നെ ധൈര്യപ്പെടുത്തും എൻ്റെ ദൈവം വലിയവൻ. എൻ്റെ അരികെ വന്ന് എന്നെ ധൈര്യപ്പെടുത്തും എൻ്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ, എൻ്റെ
വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. വൻ ശോധനകളേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, വൻ ശോധനകളേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, എൻ്റെ ജീവിതത്തിൽ എന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എൻ്റെ ദൈവം. എൻ്റെ ജീവിതത്തിൽ എന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എൻ്റെ ദൈവം. ഓ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എൻ്റെ ദൈവം വലിയവൻ. പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എൻ്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഓ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. സർവശ്രേഷ്ഠാവാം ദൈവം, സർവശക്തനാം ദൈവം, എൻ്റെ ദൈവം വലിയവൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ ഇന്ന് പകലിൽ സന്തോഷത്തോടെയായിരിക്കുക. കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നവർ നിങ്ങളുടെ കണ്ണുനീരുകളെ മറന്ന്, നിങ്ങളുടെ വേദനകളെ മറന്ന്, നിങ്ങളുടെ കഷ്ടതകളെ മറന്ന്, നിങ്ങളുടെ രോഗങ്ങളെ മറന്ന് ഇന്ന് പകലിൽ സന്തോഷത്തോടെയായിരിക്കാം. നമ്മൾ വായിച്ചു കേട്ടത് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. യഹോവ അവളെ ഓർത്തു. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ഇന്ന് പകലിൽ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഓർത്തതിനായി സ്തോത്രം. അതരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ, എന്നെ ഇന്ന് പകലിൽ എൻ്റെ കർത്താവ് എന്നെ ഓർത്തതിനായി സ്തോത്രം. അവൻ എന്നെ ഓർത്തതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും ഹന്നേ. ആമേൻ. ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം കൃപയുള്ളവൾ, കൃപയുള്ളവ. ആമേൻ. ഹല്ലേലൂയ. കൃപ ഉള്ളവളെ കർത്താവ് ഓർക്കും. ഇന്ന് പകലിൽ ആമേൻ കൃപ നിനക്കുണ്ടോ? നിന്നെ അവൻ പ്രത്യേകമായി പരിഗണിക്കുന്ന ദൈവമാണ്. കൃപയുള്ളവളെ, കൃപയുള്ളവനെ ആമേൻ പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു ദൈവം, പ്രത്യേകമായി ഓർക്കുന്ന ദൈവം. ആമേൻ. എല്ലാവരെയും നോക്കുന്നത് പോലെയല്ല, കൃപയുള്ളവരെ പ്രത്യേകമായി ഒന്നാഴത്തിൽ ഇറങ്ങി നോക്കുന്ന ഒരു ദൈവിക പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരുന്നാട്ടെ, ദുഃഖങ്ങളെ മാറ്റിവെച്ച് ആമേൻ അല്പസമയം നിങ്ങളുടെ ഹൃദയ
ഹൃദയത്തെ വചനത്തിന്റെ വാതിലുകൾ, ആമേൻ, ആലോചനകൾ കേട്ട് തൃപ്തി പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ കടന്നു വന്നപ്പോൾ ഒത്തിരി നിരാശകളായിട്ടായിരിക്കാം വന്നത്, ഒത്തിരി ഭാരങ്ങളായിട്ടായിരിക്കാം വന്നത്. ചിലപ്പോൾ രോഗങ്ങളുടെ മധ്യയായിരിക്കും നിങ്ങൾ ഇതിനകത്തായിരിക്കുന്നത്. തലമുറകളെ ഓർത്തുള്ള ആകുല ചിന്തകളോടെ ആയിരിക്കാം, പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം, സാമ്പത്തിക ഞെരുക്കത്തോടെ ആയിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നിന്റെ സകല ഭാരം ഇന്ന് പകലിൽ ആമേൻ അപ്പന്റെ കരങ്ങളിൽ ഇട്ടുകൊണ്ട് ഇന്ന് പകൽ നിറയുവാൻ തയ്യാറാണോ? കൃപയുള്ളവളായി മടങ്ങുവാൻ തയ്യാറാണോ? ആമേൻ. ഹന്നയ്ക്ക് കൃപയുള്ളവൾ എന്ന പേരിന് അർത്ഥം ലഭിച്ചുവെങ്കിൽ ചില കരയുന്ന ഹന്നമാരെ, ചില ദുഃഖിക്കുന്ന ഹന്നമാരെ, ചില വേദനിക്കുന്ന ഹന്നമാരെ ഇന്ന് പകൽ കൃപയുള്ളവളാക്കി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരികയാ. ശംധാന റീഖാലഗസി അധൂരവൽ ശംധരാരകൾ പ്രൗഢവന ധീവലഘടക ശംധാരകടക ശൈഡവരാരകൾ കടകസി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നുപോയപ്പോഴും ദുഃഖത്തിന്റെയും വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഇടയിൽ കൂടെ കടന്നു പോകുമ്പോഴും ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ മുറുകെ പിടിച്ചൊരു വ്യക്തിയാണ് ഹന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കങ്ങനെ കഷ്ടതയിലും ദുഃഖത്തിലും വേദനയിലും വേർപാടിലും ഒക്കെ നമുക്ക് ആമേൻ ഹന്നയെ പോലെ കർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാണോ? ലോകത്തിലുള്ള സകലതും ചിലപ്പോൾ നമ്മളെ ഇട്ടിട്ട് പോയേക്കാം. സ്വന്തം ഭർത്താവും മക്കൾ ആമേൻ കൂടെ ചേർത്ത് നിർത്തേണ്ട സകലരും നമ്മളെ തള്ളിക്കളയുമ്പോൾ ആമേൻ തള്ളിക്കളയട്ടെ എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയാത്ത കർത്താവിനെ, നിന്നെ ഓർക്കുന്ന കർത്താവിനെ, നിന്നെ മറക്കാതെ നിന്നെ പേർ ചൊല്ലി വിളിച്ചു നിന്നെ ഓർക്കുന്ന കർത്താവിനെ ഇന്ന് പകലും ദിനം പ്രതി ആമേൻ അപ്പന്റെ സന്നിധിയിൽ അപ്പനോടൊപ്പം ജാഗരിച്ചിരിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ഓർക്കുന്ന ദൈവം, ആമേൻ, ഹല്ലേലൂയ, ഹന്നയുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കി വെച്ചൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹന്നയുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വ്യക്തമായൊരു ദൂത് കൈമാറട്ടെ. നിന്റെ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരും അത് തുരുത്തിയിൽ ആക്കി വെക്കുക മാത്രമല്ല, ചില തുരുത്തികൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ആമേൻ, എണ്ണത്തിൽ പറയുവാൻ കഴിയാത്ത ചില തുരുത്തികൾ അത് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ശഖാനാസിയ റീഖാലക ശംദരാരകൾ പ്രൗഢവന. ചില തുരുത്തികൾ നിറഞ്ഞു കവിയട്ടെ, ചില തുരുത്തികൾ നിറഞ്ഞു കവിഞ്ഞത് ചില വലിയൊരു ദൈവ പ്രവർത്തിക്ക. ചില തുരുത്തികൾ നിറഞ്ഞു കവിയുന്നത് കൊണ്ട് അരിമനാഥൻ നിന്നെ ഓർക്കുന്നത്, നിന്റെ പേരോർക്കുന്നത്, നിന്റെ സ്ഥാനം ഓർക്കുന്നത്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ഓർക്കുന്നത്. കരയുവാൻ തയ്യാറാണോ? കരയുന്ന ഹന്നമാരെ, കരയുന്ന ഹന്നമാരെ, നിന്നെ ഓർക്കുന്ന ദൈവം. ശഖാനാസിയ റീഖാലക ശംദരാരകൾ പ്രൗഢവന. തലമുറയെ ഓർത്ത് കരയുന്നുണ്ട്, തലമുറയെ ഓർത്ത് കരയുന്നുണ്ട്. ലോകത്തിൽ വഴിപിടച്ചു പോയ തലമുറയെ ഓർത്ത്, ലോകത്തിന്റെ അന്ധകാരത്തിൽ വീണുപോയ തലമുറയെ ഓർത്ത് കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സ്വസ്ഥത എന്നത് അനുഭവിച്ചിട്ട് 4 വർഷത്തിലധികമായി അങ്ങനെ കരയുന്ന ഒരു മാതാവിനെ പരിശുദ്ധാത്മാവിന്റെ മകൾ അവൻ വ്യക്തമായി തൊടുന്നുണ്ട്. 4 വർഷത്തിലധികമായി ഒരു തലമുറയോർത്ത് കരയുന്ന മാതാവ് പ്രതീക്ഷയോടെ വളർത്തി, അനുഗ്രഹമാകുമെന്ന് പറഞ്ഞു വളർത്തിയിട്ട് ആമേൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ വഴിയിൽ നീ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ലോകത്തിൽ തകർന്നു പോയ തലമുറ പരിശുദ്ധാത്മാവ് പറയുന്നു, കരയുന്ന ഹന്നയെ, കരയുന്ന ഹന്നയെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ഓർക്കുന്നു. റവല ശഖനെ റീഖാലഗസിയ അധൂരവൽ ശംദരാരകൾ പ്രൗഢവന അർത്ഥനാരകൾ ശമനഘടകസി. ആമേൻ. മക്കളെ ഓർത്ത് കരയുന്ന ഹന്നമാർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഹന്നമാർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീർ തുരുത്തി നിറഞ്ഞു ഒഴുകിയിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ ഓർക്കുന്നുണ്ട്. നിന്നെ അവൻ ഓർക്കുന്നുണ്ട്. അവൻ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. പല ഹന്നമാരും ചിന്തിക്കുന്നു, എന്നെ അവൻ മറന്നു കളഞ്ഞു, എന്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ അവൻ മറന്നു കളഞ്ഞു. പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, നീ ഇന്ന് ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ലൈവിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗം നിന്നെ ഓർത്തത് കൊണ്ട്, അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ട്, അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ട് നിന്റെ പേരവൻ മറന്നിട്ടില്ല, നിന്റെ പേരവൻ മറന്നിട്ടില്ല, നിന്റെ കുടുംബത്തെ അവൻ
ഹന്നയെ പോലൊരു മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയായി, ഉപവസിക്കുന്ന ഒരു ഹന്നയായി, കരയുന്ന ഒരു ഹന്നയായി ഇന്ന് പകലിൽ മാറുവാൻ തയ്യാറാണോ? കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നു, നിന്റെ ആത്മീയതയുടെ ലെവലിന് വ്യത്യാസം വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജൂഡമന ശഖനെ റീമാനക ശംദരാരകൾ പ്രൗഢമന അധൂരവൽ ഘടക ശംദരാരകൾ പ്രൗഢമനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, ഹന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ആത്മീക ജീവിതം, ആമേൻ, ഹല്ലേലൂയ, പടുത്തുയർത്തിയ വ്യക്തിയാണ്. ഏതു കഷ്ടതയുടെ നടുവിലും, തീച്ചൂളയുടെ നടുവിലും, ശത്രു കൂടെ ഇരുന്ന് നിന്ദിക്കുമ്പോഴും, ആമേൻ, അവൾ ദൈവത്തിനു വേണ്ടി, ആമേൻ, അവളുടെ ആമേൻ നല്ല സമയം അവൾ കർത്താവിന് വേണ്ടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അവൾ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്നതിൽ പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ് ഹന്ന. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥന അവളുടെ വാക്കിന്റെ പെരുപ്പത്തിലല്ല, അവളും ദൈവവുമായിട്ടുള്ള ബന്ധം, അവളുടെ ഹൃദയവും ദൈവവുമായിട്ടായിരുന്നു ബന്ധം. അവളുടെ വാക്കിന്റെ പെരുപ്പമല്ല. പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു? നിന്റെ വായുടെ പെരുപ്പത്തിലല്ല അവൻ പ്രസാദിക്കുന്നത്, നിന്റെ ഹൃദയത്തിന്റെ സമർപ്പണത്തിൽ. നീയും ദൈവവുമായിട്ടുള്ള ഹൃദയത്തിനകത്തുള്ള ഒരു ടച്ച്, ആമേൻ, ഹല്ലേലൂയ, പുറമേയുള്ള ഒരു തൊടലല്ല, അകമേയുള്ള ഒരു പകർച്ച. അതാണ് പരിശുദ്ധാത്മാവ് ഓർക്കുന്നത്. പുറമേയുള്ള വാക്ക് പെരുപ്പമല്ല, നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ജൂഡമന ശംധാരകനഘടകസി. പ്രൈസ് ദി ലോർഡ്. വാക്കിന്റെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ നിറവിലുള്ളൊരു പ്രാർത്ഥനയായിരുന്നു, ആമേൻ, ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിലും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചില്ല എന്ന പിറുപിറുപ്പോടെ ഇരിക്കുന്ന അനേകർ ഇന്ന് പകലിലും എൻ്റെ ആമേൻ ഫോണിൽ വന്ന കോളുകളിലുമുണ്ട്. ആമേൻ, ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളൊരു ദൂത് പറയട്ടെ. വാക്കിന്റെ പെരുപ്പത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ റിസൾട്ട് അല്ല, ആത്മാവിന്റെ നിറവിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു തുടക്കം ഇന്ന് മുതൽ കുറിച്ചു തുടങ്ങ്. നിന്റെ കുടുംബത്തിനകത്ത് വ്യത്യാസമുണ്ടാകും, നിന്റെ കുടുംബത്തിനകത്ത് വ്യത്യാസമുണ്ടാകും. പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ നീ ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ നിന്റെ വേദനകൾ മാറും, നിന്റെ കഷ്ടത മാറും, നിന്റെ രോഗം മാറും, നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാറും, നിന്റെ ഞെരുക്കം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജൂഡമന ശംധനെ റീഖാനഗസി. കരയുന്ന ഹന്നമാർക്കായി സ്തോത്രം. തുരുത്തി നിറഞ്ഞൊഴുകിയ കണ്ണുനീരുകളുള്ള ഹന്നമാർക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഹന്നമാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹന്നമാർ കരയുമ്പോൾ, ആമേൻ, ചിലപ്പോൾ ഭർത്താവ്, ആമേൻ, കളിയാക്കും, അല്ലെങ്കിൽ മക്കൾ കളിയാക്കും, ലോകം കളിയാക്കും. അങ്ങനെ കളിയാക്കുന്ന ആരുടെയെങ്കിലും മധ്യത്തിലിരുന്നാണ് നീ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ആമേൻ, കളിയാക്കൽ കൂടുന്തോറും നിന്റെ വിടുതലിന്റെ മഹത്വം ഏറ്റവും വലുതാണ്. പരിശുദ്ധാത്മാവ് ആരോടോ പറഞ്ഞൊരു ദൂത, ആമേൻ, നിന്നെ കളിയാക്കുന്നവരുടെ മുമ്പിൽ നീ ഒരു ഹന്നയാണെങ്കിൽ, നീ ഒരു ഹന്നയാണെങ്കിൽ, ആമേൻ, നീ കരയുന്ന കരച്ചിലിന്, ആമേൻ, ഒരു പരിധിയുണ്ട്. പരിധി വിട്ട് നിനക്ക് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നൊരു ദൈവിക മഹത്വമുണ്ട്. എന്നും നീ ഒരു വിഷയത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അപ്പൻ നിന്നെ ഓർക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൻ നിന്നെ ഓർക്കുന്നു. നിന്റെ കണ്ണുനീരിന്റെ തുരുത്തി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അപ്പനത് ഓർക്കുന്നു. അവൻ ഓർത്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിനക്കൊരു വലിയ വിരുന്നുണ്ട്. അപ്പൻ നിന്റെ പ്രാർത്ഥന ഓർക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീർ ഓർക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നിനക്ക് വലിയൊരു വിരുന്നുണ്ട്. അത് സന്തോഷത്തിന്റെയും ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഒരു വിരുന്ന് നിന്റെ കുടുംബത്തിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാ. ശംധന റീബലഘടക ശംധരാരകൾ പ്രൗഢമന അധൂരവൽ ഘടക ശംധരാരകൾ ഘടകസി. അതുകൊണ്ട് ഹരയുന്ന ഖണ്ഡമാർക്കായി ഞാൻ
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹന്നയെ പോലെ കരയുവാൻ തയ്യാറാണോ? ആത്മാവിന്റെ നിറവിൽ നീ കരയുവാൻ തയ്യാറാണോ? ആമേൻ. ഹല്ലേലൂയ. നിന്റെ തലമുറ നിന്നോടൊപ്പം 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 ചേർന്നിരുന്നു നിന്നോടൊപ്പം ചേർന്നിരുന്നു നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി മാറുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ കരയുന്നൊരു ഹന്നയാണെങ്കിൽ, ആമേൻ, ഞാൻ കരയുന്നൊരു ഹന്നയാണെങ്കിൽ ഹന്നയുടെ തലമുറ കർത്താവിനുള്ളത്. തലമുറ, ആമേൻ, ഹന്നയുടെ തലമുറകൾ കർത്താവിനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കരയുന്ന ഹന്നമാർക്കായി സ്തോത്രം. നിങ്ങളുടെ തലമുറ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തലമുറയാ. ആമേൻ. ചിലത് നിന്റെ തലമുറയിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹന്ന മാതൃകാപരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം നയിച്ചു, ആത്മീക ജീവിതം നയിച്ചു. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കുന്നു എപ്പോഴോ ആമേൻ അവളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഒരു പ്രതിയോഗി അവളുടെ ജീവിതത്തിൽ കടന്നു വന്നു. തൻ്റെ ഭർത്താവ് എൽക്കാന, ആമേൻ, ഹന്നയായിരിക്കും ആമേൻ ആദ്യത്തെ ഭാര്യ. ആമേൻ. ഹന്നയിൽ നിന്ന് തലമുറകൾ ഉത്ഭവിക്കാത്തത് കൊണ്ട് ആമേൻ എൽക്കാന രണ്ടാമത് ആമേൻ വിവാഹം കഴിച്ചതായിരിക്കും പെനീനയെ. ആമേൻ. ഹല്ലേലൂയ. അതുവരെ ആമേൻ ഹന്നയ്ക്ക് ആ വീടിനകത്ത് ഭയങ്കര സന്തോഷമായിരുന്നിരിക്കും. ആ വീട്ടിലെ എല്ലാത്തിൻ്റെയും അവകാശത്തിൻ്റെ ഒരൊറ്റ പങ്ക് ഹന്ന മാത്രമായിരിക്കും. എന്നാൽ ഇതാ ആമേൻ ഹന്നയുടെ ജീവിതത്തിൽ ഹന്നയ്ക്ക് നിരാശ വരുത്തുവാൻ, ഹന്നയ്ക്ക് വിരോധമായി ഇതാ ഒരു പ്രതിയോഗി തൻ്റെ വീടിനകത്ത് വന്നു. പെനീന ആമേൻ വിരോധമായി വന്നത് മാത്രമല്ല, ഹന്നയുടെ ഉദരത്തെ അടച്ച് പെനീനയിൽ നിന്ന് തലമുറകൾ എൽക്കാനയ്ക്ക് ഉണ്ടാകുവാനിടയായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വിരോധമായി, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വിരോധമായി ആമേൻ ആമേൻ പെനീനമാർ എഴുന്നേറ്റിട്ടില്ലേ? നിന്നെ നിന്നയാക്കുവാൻ, നിന്നെ പരിഹാസപ്പെടുത്തുവാൻ. ആമേൻ. നിന്നെ ചേർത്ത് നിർത്തേണ്ടവൾ, നിന്നെ ചേർത്ത് നിർത്തേണ്ടവൾ പെനീനയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധന്മാർ ദൂത് ഞാൻ കൈമാറട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ള നിന്റെ ജീവിതത്തിൽ ആമേൻ ശത്രു നിന്നയ്ക്കായി എന്തു ചെയ്താലും നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നിന്റെ നിലവിളിയെ കാണുന്ന ദൈവം, നിന്റെ ഉപവാസത്തിൽ പ്രസാദിക്കുന്ന ദൈവം, നിന്റെ വിടുതൽ വിദൂരമല്ല. ആമേൻ. അടുത്ത ശംധാന റീകാലക ശംദരാരകൾ പ്രൗഢവന. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹന്ന ദൈവസന്നിധിയിൽ ആമേൻ കരയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ അവൾ പാത്തും പതുങ്ങിയും ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ തുടങ്ങി. ഇന്ന് പകലിലും കുടുംബത്തെ കാണാതെ പാത്തും പതുങ്ങിയും കരയുന്ന ഹന്നമാർക്കായി ഞാൻ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ പാത്തും പതുങ്ങിയും കരയുന്ന നിന്റെ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീർ തുരുത്തി നിറഞ്ഞു കവിഞ്ഞു. അത് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടുതല. ചാടി പിടിച്ചോ. കണ്ണുനീർ തുരുത്തി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ ചില പുതിയ തുടക്കമാണ്, ഒന്നിന്റെയും അവസാനമല്ല. കണ്ണുനീർ പുതിയൊരു ചവിട്ടുപടിയാണ്. റബല ശംധനെ റീകാലക ശംദരാരകൾ പ്രൗഢവന. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പന്റെ മുമ്പിൽ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരിന് മറുപടിയുണ്ട്. ഹന്ന കരയുമ്പോഴൊക്കെ തന്റെ ഭർത്താവായ എൽക്കാന ചോദിക്കും, ആമേൻ. ഹല്ലേലൂയ, ഞാൻ നിനക്ക് 10 പുത്രന്മാരെ നൽകുന്നതിനേക്കാൾ എത്രയും ശ്രേഷ്ഠമുള്ളവനല്ലേ ഞാൻ. നിനക്ക് ആമേൻ ഒരു കുറവും വരുത്താതെ, ആമേൻ പെനീന വന്നെങ്കിലും നിനക്കൊരു കുറവ് വരുത്താതെ, ആമേൻ. ഹല്ലേലൂയ. യാഗം കഴിക്കുവാൻ പോകുമ്പോൾ ഇരട്ടി പങ്ക് നിന്നെ തന്നു മാനിക്കുന്നതല്ലേ പ്രിയ ദൈവ പൈതലേ. ആരൊക്കെ എന്തൊക്കെ തന്നു മാനിച്ചെന്ന് പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ തന്നെന്ന് പറഞ്ഞാലും ആമേൻ കരയുന്ന ഹന്നയ്ക്ക് അതൊന്നും പറ്റത്തില്ല. ലോകത്തിൽ നിന്ന് കിട്ടുന്നതൊന്നും ഹന്നയ്ക്ക് പറ്റത്തില്ല. അപ്പൻ തരുന്നത് ഹന്നയുടെ മഹത്വം. ശംധാന റീബാലക ശംദരാരകൾ പ്രൗഢവന റീകരകസി. ആമേൻ. കിട്ടുന്നതൊന്നും കൊണ്ട് നീ തൃപ്തി പ്രാപിക്കരുത്. അപ്പൻ ആമേൻ ഉയരത്തിൽ നിന്ന് തരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഉയരത്തിൽ നിന്ന് നൽകുന്നതിന് വേണ്ടി, ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് വേണ്ടി, ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന്
ഹല്ലേലൂയ, ഉയരത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഈ ദിവസങ്ങൾ വാഞ്ചിക്കുക. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിന്ന് തരുന്നതെല്ലാം നിന്നുപോകും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം പകുതി വഴിയിൽ സ്റ്റോപ്പായി പോകും. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ ആമേൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലുണ്ടല്ലോ, ആമേൻ നിനക്ക് എവിടെ നിന്ന് പറക്കണമെന്ന് അറിയുവാൻ കൺഫ്യൂഷൻ അടിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കത്തെ മാറ്റുവാൻ, ഇന്ന് അനുഭവിക്കുന്ന വേദനയെ മാറ്റുവാൻ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളെ മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാൻ കർത്താവ് ഇന്ന് പകലിൽ വന്നിട്ടുണ്ട്. ശംധാന റീഖാലഗസി അത്തനാദകശമന വൈഡമന ധീവലഘടക ശംധാരകന അധൂരബൽ പ്രൗഢമനാദകൾ കടഗസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹന്നയുടെ ആമേൻ ചില പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, അവൾ ദൈവാലയത്തിൽ ചെന്ന് ആമേൻ ഹല്ലേലൂയ ആരോടും തൻ്റെ വിഷമതകൾ പറയാതെ, ആമേൻ കൂടെ ഇരുന്ന എല്ലാവരും എഴുന്നേറ്റ് പോയാലും അവൾ പെട്ടകം വിട്ടു മാറത്തില്ല, അവൾ ആലയം വിട്ടു മാറത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ പുരോഹിതൻ ആമേൻ ഇരിക്കുന്ന സമയം, ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കുന്നു ബൈ ചാൻസ് അന്ന് പുരോഹിതൻ ആമേൻ ആലയത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ അന്ന് ആമേൻ ഹല്ലേലൂയ പല പ്രാവശ്യം അതിനകത്ത് അവളിരുന്ന് കരഞ്ഞിട്ടും ആമേൻ കാണാത്ത ഒരു വിടുതൽ അന്ന് ആമേൻ പ്രവാചകനും കാണുവാൻ വേണ്ടി ആയിരിക്കും, ഒരു വലിയ സാക്ഷ്യത്തിന് കൂടി ആയിരിക്കും. ആമേൻ പ്രവാചകൻ അന്ന് ആമേൻ ഹല്ലേലൂയ ആലയത്തിലിരുന്ന് ആമേൻ ഹന്ന കരയുന്ന കരച്ചിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവൾ കരഞ്ഞത് ലോകത്തിന്റെ മുമ്പിലല്ല, പ്രവാചകൻ കാണുവാൻ വേണ്ടിയല്ല. ആമേൻ ഹല്ലേലൂയ. അവളുടെ ഹൃദയം സ്വർഗം കാണുവാൻ വേണ്ടിയാ. അവൾക്കറിയാം എൻ്റെ കണ്ണുനീർ ആമേൻ ഒരു ദിവസം ആ തുരുത്തി നിറഞ്ഞ് കവിയും. ഹല്ലേലൂയ. എൻ്റെ ഓരോ ദിവസവും ഞാൻ ആമേൻ ഒഴുക്കുന്ന എൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും അപ്പൻ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കും. ഹല്ലേലൂയ. ആമേൻ ആ തുരുത്തി ഇന്നല്ല നാളെയായാലും അത് നിറഞ്ഞ് കവിയും. ആമേൻ അത് നിറഞ്ഞ് കവിഞ്ഞാൽ എൻ്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹന്ന അതിനകത്തിരുന്ന് നിലവിളിച്ചു ദൈവസന്നിധിയിൽ ഹൃദയത്തെ ആത്മാവിൽ പകർന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്തെന്നറിയാവോ? ആമേൻ ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒന്ന് അവൾ നേർന്നു. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് ഒരു ആൺ തലമുറയെ തരുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ അതൊരു വലിയ ആമേൻ ഹല്ലേലൂയ ഒരു വലിയൊരു മർമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പെണ്ണിനെ കിട്ടിയാൽ വീട്ടിലല്ല ഇട്ടേക്കാൻ പറ്റത്തുള്ളൂ. ദൈവം തരുന്നതിനെ മടി കൂടാതെ അവൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായി. അതിനെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, ആലയത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആമേൻ ഹന്നെ അങ്ങ് ഇട്ടുകൊടുത്തു. അവളുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൾ ആമേൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഇന്ന് പകൽ ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ശക്തമായി ഇന്ന് പകൽ ദൂത് കൈമാറുന്നുണ്ട്. കരയുന്ന നിന്റെ കണ്ണുനീരിന്, ഉപവസിക്കുന്ന നിന്റെ ഉപവാസത്തിന്, ദൈവസന്നിധിയിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിനകത്തും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൾ നേർന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നേർന്നത് മാത്രമല്ല, ആമേൻ അവളത് നിറവേറ്റുവാനുള്ള ആമേൻ പൂർണ്ണ മനസ്സ് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഹന്നയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവളുടെ പ്രാർത്ഥനയുടെ ആമേൻ ഹല്ലേലൂയ ഒരു വലിയൊരു വിടുതൽ തന്നെ അത് തന്നെയാണ്. ഒന്ന് ചെയ്യുവാൻ തീരുമാനിച്ചാൽ അത് നിറവേറ്റുവാനുള്ള ഒരു മനസ്സ്. ഇന്ന് പകലിൽ നേർച്ചകൾ നേർന്ന് പെൻഡിങ് ഇട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പെൻഡിങ്ങുകളെ തട്ടിക്കുടഞ്ഞ് ആമേൻ ഹല്ലേലൂയ അതിനെ നിറവേറ്റുവാൻ തയ്യാറാണോ? ചില പുതിയ വാതിലുകൾ റബാല ശംധനെ റീഖാലഗസി പരിശുദ്ധാത്മാവ് വ്യക്തമായി ആരോടൊക്കെയോ പറയുന്നുണ്ട്. പലപ്പോഴും ചാടിക്കേറി തീരുമാനമെടുത്തു. കേട്ടത് സ്വർഗമാ. അതുകൊണ്ട് നീ ചുമ്മാതെ നേർച്ച നേരരുത്, ചുമ്മാതെ നീ തീരുമാനമെടുക്കരുത്. എടുത്താൽ എടുത്തതായിരിക്കണം. ഉറച്ചു നിന്ന് കർത്താവ് ചെയ്യുവാൻ
വിടുതലുകളെ കണ്ടുകൊള്ളുവാൻ പരിശുദ്ധാത്മാവിന്റെ പകൽ ദൂത് പറയുകയാണ്. ശംഭന റീഖാലഗസി അധൂരബൽ പ്രൗഢമനാരകൾ കടഗസി. ആമേൻ ഹല്ലേലൂയ. ആമേൻ 3. ആമേൻ ഹല്ലേലൂയ. അവൾ അവളുടെ സകല സങ്കടങ്ങളും ദൈവസന്നിധിയിൽ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പോലെ മനുഷ്യരുടെ മുമ്പിലല്ല അവൾ അവളുടെ സങ്കടം അറിയിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ പെനീന ആമേൻ ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഹന്ന എന്തുമാത്രം വേദനിച്ചു കാണും. ആമേൻ ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, ഒരു വീട്ടിൽ 2 ആമേൻ ഭാര്യമാരായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ മക്കളുള്ള ആമേൻ ഭാര്യയോടായിരിക്കുമല്ലോ ഭർത്താവിന് കുറച്ചുകൂടെ ഒരു ആമേൻ അടുപ്പം. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും എൽക്കാന പെനീനയുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ആമേൻ ആ കുഞ്ഞുങ്ങളെ ആമേൻ എടുത്ത് ആമേൻ താലോലിക്കുമ്പോൾ എന്തുമാത്രം ഹന്ന വേദനിച്ചു കാണും. അല്ലയോ മാതാവേ, ആമേൻ നിന്റെ തലമുറ ആമേൻ ലോകത്ത് നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള തലമുറകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നീ ഒഴുക്കുന്ന വേദനയുണ്ടല്ലോ, നീ ദുഃഖിച്ചു തല താഴ്ത്തി വായെ ആമേൻ ഹല്ലേലൂയ തുണി കൊണ്ട് പൊതിഞ്ഞ് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന് മറുപടി ഉണ്ടെന്ന്. നിന്റെ കരച്ചിൽ നിർത്തിക്കോ, നിന്റെ കരച്ചിൽ നിർത്തിക്കോ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം ആമേൻ നൽകുന്ന ദൈവം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ പെനീനയുടെ മുമ്പിൽ വെച്ച് ഹന്ന മക്കളെ ലാളിക്കാൻ പോകത്തില്ലായിരിക്കും. ആമേൻ പെനീന കാണാതെ ഒളിച്ച് പാത്തും പതുങ്ങിയും ഒക്കെ ആമേൻ ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമായിരിക്കും. എന്നാൽ ഒരു പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പെനീനെ ഒന്ന് കണ്ടാൽ ഹന്ന എന്തുമാത്രം ഹന്നയെ കുത്തി വേദനിപ്പിക്കും. അത്രത്തോളം വേദന, അത്രത്തോളം വേദന. അങ്ങനെയല്ലയോ പ്രിയ സഹോദരിമാരെ, പ്രിയ പിതാക്കന്മാരെ, നിങ്ങൾ വേദനിക്കുന്നത് നിന്റെ മക്കൾ നിന്നോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞു നിന്നെ കുത്തി നോവിപ്പിക്കുന്ന അനേകർ, നിന്നെ ആമേൻ നിന്ദിക്കുന്ന അനേകർ, ആ നിന്ന, ആ കഷ്ടത, ആ ഒറ്റപ്പെടുത്തൽ, ആ കുത്തുവാക്കുകൾ നിന്റെ ഉയർച്ചയുടെ ചവിട്ടുപടിയാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. ആ ആമേൻ കുത്തലുകൾ, ആ വാക്കുകൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ, നിന്നെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ, ജോലിയില്ല എന്ന് പറഞ്ഞു, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു, പണമില്ല എന്ന് പറഞ്ഞു, ആരോഗ്യമില്ലെന്ന് പറഞ്ഞു, നിന്നെ കുത്തി വേദനിപ്പിക്കുന്ന വേദനയുടെ സ്വരമുണ്ടല്ലോ, അത് അടുത്തൊരു ചവിട്ടുപടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. വീണ്ടും നമുക്ക് 5ാമതായി അവിടെ കാണുവാൻ കഴിയും അവളുടെ പ്രാർത്ഥന ഹൃദയത്തിന്റെ ഭാഷയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ പറയുവാൻ കഴിയും? അവളുടെ വായിൽ നിന്നുള്ള ശബ്ദമല്ല പ്രാർത്ഥനയിലൂടെ പുറത്തു വന്നത്. അവൾ അന്യഭാഷയിലായിരിക്കും ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചത്. അവളും ദൈവവുമായിട്ടുള്ള ഭാഷ അതായിരുന്നു. വീഞ്ഞു കുടിച്ചവളെ പോലെ മദ്യലഹരിയിൽ ഒരുവൻ നിൽക്കുന്നത് പോലെ അവളുടെ ഹൃദയം ആമേൻ അവളുടെ ലഹരി അപ്പനായിരുന്നു. ഞാൻ വിളിച്ചു പറയട്ടെ, അവളുടെ ലഹരി മുഴുവനും സ്വർഗത്തിലെ അപ്പനായിരുന്നു. കരയുന്ന ഹന്നമാരെ, കരയുന്ന ഹന്നമാരെ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, അപ്പന്റെ ഭാഷയിൽ, നിന്റെ ഹൃദയം മദ്യലഹരിയിൽ ആമേൻ പ്രാർത്ഥനയുടെ ലഹരിയിൽ ഒന്ന് അപ്പനോട് സമർപ്പിച്ചാട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു ലഹരിയ. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയൊരു ലഹരിയ. പ്രൈസ് ദി ലോർഡ്. അത് പുറമേ നിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ ചിരിയായിരിക്കും. പ്രാർത്ഥനയുടെ ലഹരി അനുഭവിച്ചവർക്ക് ആമേൻ അതിന്റെ മഹത്വം അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് പ്രസംഗിക്കുമ്പോഴും ഇതിന്റെ ലഹരി അറിഞ്ഞതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ കരഞ്ഞൊരു ഹന്നയാണ് ഞാനും. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ആമേൻ ലഹരിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചു, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ കുടുംബത്തോടൊപ്പം തലമുറകളോടൊപ്പം ആമേൻ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഇനി കരയേണ്ടി വരുമോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഞാൻ എപ്പോഴും ചിന്തിക്കും, ആമേൻ എൻ്റെ മരണകാലം വരെ കരയുവാനുള്ള കണ്ണുനീർ മുഴുവനും ഞാൻ 3 വർഷം കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് എന്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം എനിക്ക് ഇത്രയും കരയേണ്ടി വരുന്നത്?
പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ആമേൻ എനിക്ക് ഇത്രത്തോളം വേദനിക്കേണ്ടി വരുന്നത്? പ്രിയ ദൈവവൈദ്യങ്ങളെ, ആമേൻ ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ വന്നപ്പോൾ, സമാധാനമില്ലാതെ വന്നപ്പോൾ, ആഗ്രഹിച്ച ജീവിതം, ആഗ്രഹിക്കുന്ന നന്മയുടെ വഴികൾ മുൻപിൽ ഇല്ലാതെ വന്നപ്പോൾ കരയേണ്ടി വന്നു. 3 വർഷം, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷം. ആമേൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ജന്മം മുഴുവനും കരയേണ്ട കണ്ണുനീർ മുഴുവനും രാവും പകലും ആമേൻ ഒഴുക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. ആഹാരം എടുത്തു വെച്ചാലും, കിടന്നാലും, നടന്നാലും, യാത്ര ചെയ്താലും, ആമേൻ ഹല്ലേലൂയ, 1 മിനിറ്റ് പോലും കരയാത്തൊരു സമയമില്ലായിരുന്നു. ആമേൻ. ചിരിക്കുവാൻ സമയം കിട്ടുന്നില്ല. ആമേൻ. ഫുൾ ടൈം കരച്ചിലായിരുന്നു. അങ്ങനെ കരയുന്ന ചില സഹോദരിമാർക്കായി സ്തോത്രം. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയി നിർത്താതെ നീ കരയുന്നുണ്ടെങ്കിൽ, ഏത് വിഷയത്തിന് വേണ്ടിയിട്ടായാലും, ഏത് വിഷയത്തിന് വേണ്ടിയിട്ടായാലും നിർത്താതെ നീ കരയുന്നുണ്ടെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, വീണ്ടും നിന്നെ കണ്ണുനീർ ഒഴുക്കുവാൻ അപ്പൻ അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീർ കരയുന്ന ദിവസങ്ങൾക്കൊരു അവധിയുണ്ട്, അവധിയുണ്ട്. ചിലതിനവൻ സ്റ്റോപ്പ് പറയുന്ന ദിവസമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീരുകൾക്ക് സ്റ്റോപ്പ് പറയുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർ ആമേൻ ഹല്ലേലൂയ, സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ, മറ്റുള്ളവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഫാമിലി ലൈഫ് കാണുമ്പോൾ പലപ്പോഴും ആമേൻ ഉള്ളുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇതുപോലെയും ആമേൻ എന്നെയും പ്രതീക്ഷയോടെ മറ്റൊരു ഭവനത്തിലേക്ക് അയച്ചതാണല്ലോ. അങ്ങനെ ഒരു സന്തോഷം എനിക്ക് ആമേൻ കാണുവാൻ കഴിയുന്നില്ലല്ലോ. ആമേൻ. കണ്ടിന്യൂസ് കരച്ചില, കണ്ടിന്യൂസ് കരച്ചില. എന്നെ ആര് കണ്ടാലും പറയും, അയ്യോ ഈ പെങ്കൊച്ചിനെ കെട്ടിച്ച് വിട്ടതുപോലെ അല്ലല്ലോ ഇരിക്കുന്നത്, എന്തു പറ്റി? ആമേൻ. എന്തിനും കരച്ചിലാണ്. കരയുവാനല്ലാതെ എനിക്ക് മറ്റൊന്നിനും അറിയത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് എനിക്ക് കരയുവാനല്ലാതെ ഒന്നും അറിയത്തില്ല. ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുമെങ്കിലും ആമേൻ അന്ന് കരയാനേ അറിയാവുള്ളൂ. ആമേൻ. അന്ന് കരഞ്ഞത് കൊണ്ട്, ആ കണ്ണുനീർ തുരുത്തി നിറഞ്ഞു കവിഞ്ഞത് കൊണ്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ആമേൻ. അന്ന് സംസാരിക്കാൻ അറിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. അന്ന് പേടിച്ച് കരയുവാനല്ലാതെ. ആമേൻ. പലപ്പോഴും പാസ്റ്ററിന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ കരയുന്ന ഇഷ്ടമല്ല. ആമേൻ ഹല്ലേലൂയ. ഞാൻ നേരെ തിരിച്ചാ. ആമേൻ. കാണുന്നത് മുഴുവനും കരയുവാനുള്ള സംഭവങ്ങളാ. ആമേൻ. പിന്നെ എങ്ങനെ കരയാതിരിക്കും? ആമേൻ. കൂട്ടുകാർ വിളിക്കുമ്പോൾ പറയും, ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ ഇവിടെ പോയി, ഇന്നത് ചെയ്തു, ഇന്നത് കഴിച്ചു, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് മേടിച്ചു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി, ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാൽ ആമേൻ എനിക്ക് പറയുവാൻ സന്തോഷത്തിന്റെ ഒരു വകയും ആമേൻ ഇല്ല. പലപ്പോഴും അവരുടെ മുമ്പിൽ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്ന അവസരമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് അങ്ങനെ, ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ആമേൻ ഞാൻ ഇങ്ങനെ സാഹചര്യത്തിലായിരിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, അന്നൊക്കെ ആമേൻ വളരെ നിന്ദിക്കപ്പെട്ടാണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ ഇന്ന് അനേകരുടെ മുമ്പിൽ മാന്യതയുടെ പുതപ്പോടുകൂടെ, ശ്രേഷ്ഠതയുടെ പുതപ്പോടുകൂടെ, വളരെ അനുഗ്രഹത്തോടുകൂടെ, ഇന്ന് തൻ്റെ ഇടത്തോടെ കർത്താവ് ചെയ്ത അത്ഭുതത്തെ കുറിച്ച്, കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച് ലജ്ജ കൂടാതെ ആമേൻ ദൈവത്തിൽ പ്രശംസിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. ഫേസ്ബുക്കിലേക്ക് ആമേൻ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, പ്രാർത്ഥനകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ആമേൻ മെസ്സേജ് ഇടും. ആമേൻ വിജി, മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടിയായിരുന്ന നീ ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നതിനെ കുറച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെ വാക്ചാതുര്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നു? നിനക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അന്ന് കണ്ടില്ലല്ലോ, നിന്നെ പാർട്ടിയിൽ ചേർത്തേനെ. ആമേൻ. ഞാനപ്പോ ഉള്ളുകൊണ്ട് പറയും, പൊട്ടന്മാരെ, ആമേൻ അന്ന് എൻ്റെ വായി തുറക്കാത്തതിനായി സ്തോത്രം. ചില സ്ഥാനങ്ങളിൽ നീ മിണ്ടാതിരിക്കുന്നത് നിന്നെ ചില സ്ഥാനങ്ങളിൽ മാനിക്കാൻ വേണ്ടിയാ. ആരോടാ പറയുന്നൊരു ദൂത? ആമേൻ. ചില സ്ഥാനങ്ങളിൽ നീ വായടച്ച് മിണ്ടാതിരിക്കേണ്ടി വരുന്നത് ചില സ്ഥാനങ്ങളിൽ ചില മാന്യതയുടെ പുതപ്പ് നിനക്ക് നൽകുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. കർത്താവ് കരുതുന്ന വിധങ്ങൾ തന്നെയാ. ആമേൻ. ഹന്ന കരയുന്ന ഹന്നയ്ക്ക് വേണ്ടി കരുതിയെങ്കിൽ, കരയുന്ന ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ, ഇന്നും കരയുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഹന്നയുടെ കാലത്തോടെ അവസാനിച്ചു പോയൊരു ദൈവത്തെ അല്ല നമ്മൾ ആമേൻ സേവിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവത്തെ, നിന്റെ കണ്ണുനീർ തൂകുമ്പോൾ നിന്നോട് മനസ്സൊലിയുന്ന ദൈവത്തെ, ഇന്നും നിന്നോടൊപ്പമായിരിക്കുന്ന ആ ദൈവിക കൃപയ്ക്ക് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, അഞ്ചാമതായി കാണുന്നു, അവളുടെ പ്രാർത്ഥനയിൽ യാതൊരു പ്രതികാരവും ഉണ്ടായിരുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണേ. പെനീന അവൾക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും ആമേൻ അവളോട് ബൈബിളിൽ ആമേൻ ഒരു വചനത്തിൽ പോലും ആമേൻ പെനീനയോട് അവൾ യുദ്ധം ചെയ്തതായിട്ട് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. പെനീന കാണിക്കുന്ന ഓരോ നിന്ദയും ആമേൻ ഹന്ന ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ റിസീവ് ചെയ്ത് കാണും. അതാണ് ഹന്നയുടെ ഏറ്റവും വലിയ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥനയെ ആരെയും വെട്ടാനും പറഞ്ഞില്ല, ആരെയും കൊല്ലാനും പറഞ്ഞില്ല, ആരെയും മുറിച്ചു കളയാനും പറഞ്ഞില്ല. എന്നോട് ആമേൻ വ്യക്തിപരമായി വിളിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളിൽ പറയുന്ന ഒത്തിരി ആമേൻ ഹല്ലേലൂയ പ്രയർ റിക്വസ്റ്റുകളാണ്. എൻ്റെ ശത്രുവിൻ്റെ കാലൊടിയാനൊന്ന് പ്രാർത്ഥിക്കണേ. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഉള്ളിനകത്ത് നിന്ന് ചിരി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഞാൻ മറുപടി കൊടുക്കും. പ്രിയ സിസ്റ്ററെ, ആമേൻ നമ്മുടെ കർത്താവ് ആർക്കും കൊല്ലുവാൻ അധികാരം തന്നിട്ടില്ല, ആരെയും ആമേൻ കാലൊടിക്കുവാൻ അനുവാദം തന്നിട്ടില്ല. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാൻ അവൻ പഠിപ്പിക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഒരിക്കലും ആരുടെയും കാലൊടിയാനോ കൈയൊടിയാനോ അവർ ദേശം വിട്ട് പോവാനോ അവർ മരിക്കുവാനോ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അവൻ ഒരു ദിവസം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, അവൻ എൻ്റെ അമ്മ 10 വർഷമായി ബെഡിൽ കിടക്കുന്നു, അവൻ വയ്യ, അവൻ ഇനി പറ്റത്തില്ല, ഒന്ന് മരിക്കാൻ പ്രാർത്ഥിക്കുവോ? ആമേൻ ഹല്ലേലൂയ. ഞാനപ്പോൾ ചിന്തിച്ചു, കാലം പോകുന്ന പോക്കെ ആമേൻ. അപ്പം എനിക്ക് തോന്നിയതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മരിക്കുവാൻ പ്രാർത്ഥിക്കുന്നതോറും അവർക്ക് ദൈവം ആയുസ് കൊടുത്തോണ്ടിരിക്കും. ഹല്ലേലൂയ. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക, അവരെ കർത്താവ് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സമയമാവുമ്പോൾ അവർ നിങ്ങളെ അനുഗ്രഹിച്ച് ആമേൻ ആമേൻ ഹല്ലേലൂയ അവരുടെ ആയുസ് പോകും. വെറുതെ ശാപം പിടിച്ചു വാങ്ങിക്കരുത്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഹന്ന അപ്പൊ എന്തെല്ലാം പറഞ്ഞ് പിറുപിറുക്കണം, എന്തെല്ലാം പറഞ്ഞ് പ്രാർത്ഥനയിൽ പിറുപിറുക്കണം. അതാ എൽക്കാന കല്യാണം കഴിച്ചു, അവൾക്ക് ആമേൻ മക്കളുണ്ട്, എനിക്ക് മക്കളെ തന്നില്ല, എങ്കിലും ദൈവമേ, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന എന്നെ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന എനിക്ക് നീ തലമുറയെ തന്നില്ല. ആമേൻ ഹല്ലേലൂയ. പിറുപിറുത്തില്ല അവൾ. അവളുടെ വ്യസനം സ്വർഗത്തിലെ അപ്പനോടൊരു പ്രാർത്ഥന എന്ന ലഹരിയെ സമർപ്പിക്കുക അത്രേ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന ഒരു പ്രതികാരമായി മാറരുത്. നിന്റെ പ്രാർത്ഥന വെറും ഒരു ജൽപ്പനമായി മാറരുത്. നിന്റെ പ്രാർത്ഥന വെറും ആമേൻ അതൊരു എന്തോ ഒരു ആമേൻ ഹല്ലേലൂയ പ്രക്രിയ ചെയ്യുന്നത് പോലെ ആവരുത്. നിന്റെ പ്രാർത്ഥന ഒരു ലഹരിയായി മാറട്ടെ. പ്രാർത്ഥന ഒരു ലഹരിയായി മാറട്ടെ. പ്രാർത്ഥന ഒരു ലഹരിയായി മാറുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്നെ ഏറെ ലഹരി പിടിപ്പിക്കുന്ന മറുപടി സ്വർഗത്തിലെ അപ്പൻ നിനക്ക് തരും. തൊഴിൽ മേഖലയുടെ വിഷയമായി ബന്ധപ്പെട്ട് നീ വേദനയോടെ ആയിരിക്കുന്നു, പ്രാർത്ഥന എന്ന ലഹരിയിൽ മുഴുക, പ്രാർത്ഥന എന്ന ലഹരിയിൽ മുഴുക. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ശ്രേഷ്ഠത നൽകി മാനിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ശ്രേഷ്ഠമായത് നൽകി മാനിക്കുന്ന ദൈവം. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതാ, പണ്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഭവന പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ വീണയുണ്ട്, ശ്യാമുണ്ട്, ആമേൻ നമ്മളെല്ലാവരും ഉണ്ട്, എൻ്റെ സഹോദരനുണ്ട്. ഞങ്ങൾ ഇരിക്കുമ്പോൾ പപ്പ ആമേൻ പ്രാർത്ഥിക്കാൻ ഓരോരുത്തരുടെ പേര് പറയും. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ എൻ്റെ ചീട്ട് വിടുമ്പോൾ ആമേൻ ഞാൻ അവിടെ ഇരുന്ന് പിണങ്ങും പ്രാർത്ഥിക്കാൻ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിച്ചത്, ആമേൻ വീണ എന്നെങ്കിലും ഒരിക്കൽ ചിന്തിച്ചു കാണും, അന്ന് മടി പറഞ്ഞ ചേച്ചി ഇന്ന് കർത്താവിനെ പ്രസംഗിക്കുന്നു, ആമേൻ ദൈവവചനം പ്രസംഗിക്കുന്നു, പാടുന്നു. ആമേൻ ആമേൻ. ദൈവം തിരഞ്ഞെടുത്താൽ അങ്ങനെ പിള്ളാരെ, ആമേൻ കർത്താവ് തിരഞ്ഞെടുത്താൽ അങ്ങനെ. നീ എന്ത് ലജ്ജിക്കുമോ, ലജ്ജിക്കുന്നതിനെ നിന്നെ കൊണ്ട് ചുമപ്പിക്കാം. ആമേൻ. നീ എന്ത് വേണ്ടെന്ന് പറഞ്ഞ് പൊടി തട്ടി ഇടുവോ അത് നീ ചെയ്യേണ്ടി വരും. ഒരു സമയത്ത് ശുശ്രൂഷ ഏറ്റവും കൂടുതൽ വെറുത്തവളാ ഞാൻ. ആമേൻ. ഇങ്ങനെ എനിക്ക് നിന്ന് പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്ന ഇഷ്ടമല്ല. ആമേൻ. എനിക്കിങ്ങനെ പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ എന്തിനാ ഞാൻ വെറുത്തോ, എന്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, വെറുത്തതിനെ ഈ പുസ്തകം ചുമക്കുവാൻ എൻ്റെ അപ്പൻ അവൻ അവസരമൊരുക്കി. വേറെ ഒന്നിനും സന്തോഷം തരുവാൻ ആമേൻ ഹല്ലേലൂയ എനിക്ക് കിട്ടിയില്ല. വേറെ ഒന്നിനെ കൊണ്ടും ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ല. വീണ്ടും ഞാൻ പറയാം, ഇന്നും എൻ്റെ സന്തോഷം എൻ്റെ ഭർത്താവിലല്ല, എൻ്റെ മക്കളിലല്ല. എൻ്റെ സന്തോഷം മുഴുവനും സ്വർഗത്തിലെ അപ്പന്. ഭർത്താവിന് സന്തോഷം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കൾക്ക് സന്തോഷം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാൻ പറയാം, നീ എന്തിനെ കൂടുതൽ സ്നേഹിക്കുന്നു അതിൽ നിന്ന് നീ ഏറ്റവും കൂടുതൽ കരയും. നീ അതിൽ നിന്ന് ഏറ്റവും
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും അങ്ങനെയാ, ദൈവത്തെ സ്നേഹിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും ഭർത്താവിനോടൊപ്പം ഇരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഭാര്യയോടൊപ്പം ഇരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും മക്കളോടൊപ്പം ഇരിക്കണം. നോ, അങ്ങനെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയില്ലാത്ത ജീവിതം ഒരു ശവക്കല്ലറയാണ്. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആമേൻ ഒരു ദുഃഖഭവനമാണ്. പ്രാർത്ഥനയില്ലാത്ത ഭവനം ഒരു മരണഭവനമാണ്. അങ്ങനെ നിന്റെ ഭവനം മാറരുത്. നിന്റെ ഭർത്താവിന് നീ പ്രാധാന്യം കൊടുക്കരുത്. നിന്റെ മക്കൾക്ക് നീ പ്രാധാന്യം കൊടുക്കരുത്. നിന്റെ ഭാര്യയ്ക്ക് നീ പ്രാധാന്യം കൊടുക്കരുത്. നിന്റെ പ്രാധാന്യം, നിന്റെ സ്നേഹം, നിന്റെ വാഞ്ച, നിന്റെ ലാളിത്യം സ്വർഗത്തിലെ അപ്പനിലാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നും പറഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിക്കണം, മക്കളെ ഉപേക്ഷിക്കണം, ഭാര്യയെ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ചിന്ത മുഴുവൻ അപ്പനിലാണെങ്കിലും എൻ്റെ കൂടെ ഭർത്താവുണ്ട്. നിന്റെ നോട്ടം അപ്പനിലാണെങ്കിൽ നിന്റെ ഭർത്താവ് കൂടെ കാണും. നിന്റെ ഭർത്താവ് വേറെ ഒരു വീട്ടിനകത്തും പോകത്തില്ല. നിന്റെ മക്കൾ വേറൊരു വിരുന്നുശാലകളിലും പോകത്തില്ല. പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്ന ദൂത, ആരോടോ പറയുന്ന ദൂത, ആരോടോ പറയുന്ന ദൂത. ആമേൻ. ഹല്ലേലൂയ. നീ ദൈവത്തോടൊപ്പമാണെങ്കിൽ നിന്റെ കുടുംബവും നിന്നോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നല്ല നടപ്പ് കണ്ട്, നിന്റെ നല്ല പ്രവൃത്തി കണ്ട് അവിശ്വാസിയായ നിന്റെ തലമുറ, അവിശ്വാസിയായ നിന്റെ ഭർത്താവ്, അവിശ്വാസിയായ നിന്റെ കുടുംബക്കാർ നിന്റെ നല്ല പ്രവൃത്തി കണ്ട് നിന്നോടൊപ്പം ചേർന്ന് വരും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലയിടത്തും ഇന്ന് നോക്കിയാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഓണ സമയമായിരുന്നല്ലോ കഴിഞ്ഞ ആമേൻ ദിവസം വരെയും. ആമേൻ. ഇന്നും ഓണത്തിന്റെ ആമേൻ മിച്ചം വന്നതെല്ലാം ചട്ടിയെല്ലാം ഇങ്ങനെ വഴിച്ച് ആമേൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ ചിലപ്പോൾ ഈ ലൈവിലിരുന്നും കഴിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കേൾക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവരോട് ഞാൻ പറയട്ടെ, ആമേൻ. ഹല്ലേലൂയ. മിക്ക ആമേൻ പെന്തക്കോസ്റ്റ് ചർച്ചുകളിലും ആമേൻ എനിക്ക് തോന്നുന്നു പാസ്റ്റർമാർക്കൊക്കെ അസൂയാന്ന് തോന്നുന്നു. വിശ്വാസികൾ വീട്ടിലിരുന്ന് സന്തോഷിക്കുകയും ആമേൻ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്നത് ആമേൻ ഈ പാസ്റ്റർമാർക്കൊക്കെ ഭയങ്കര അസൂയാണെന്ന് തോന്നുന്നു. ആമേൻ. ഹലോ. മിക്ക സഭകളിലും ഈ ഓണത്തിന്റെ സമയത്തൊക്കെ ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. ഞങ്ങൾ ഈ ഒത്തിരി ഇടത്ത് വിളിച്ചു. ഞങ്ങൾ അവരോടെല്ലാം നോനോ പറഞ്ഞു, ഞങ്ങൾ വരത്തില്ല. ഓണം ആഘോഷിക്കാനല്ല, ഞങ്ങൾ പറഞ്ഞു വരത്തില്ല. ആകെപ്പാടെ കിട്ടുന്ന ഒരു 5 ദിവസം റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ വരുന്നില്ല. ആമേൻ. ഹലോ. ഈ സമയത്തുള്ള വെക്കേഷൻ ടൈമിൽ നിങ്ങളുടെ ഫാസ്റ്റിങ്ങിനൊന്നും ഞങ്ങൾ വരുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾ വേറൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. ആമേൻ. ദൈവകൃപയാൽ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഞങ്ങൾ എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ട് മാസത്തിന്റെ അവസാനം നടന്ന ഫാസ്റ്റിംഗ് പ്രയർ എന്തുകൊണ്ട് നേരത്തെ വെച്ചു? ആമേൻ. ഹല്ലേലൂയ. ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഇതാ, ആമേൻ, നമ്മുടെ ചർച്ചിലും അതെ, മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിലും അതെ, ആമേൻ, എല്ലാവരും വിശ്വാസത്തിലുള്ളവരല്ല. നമ്മുടെ ഭർത്താവായാലും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മക്കളായാലും എല്ലാവരും വിശ്വാസത്തിലുള്ളവരല്ല. ആമേൻ. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ മറ്റു ഭവനങ്ങളിൽ പോയി കുടിയേറുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭവനത്തിൽ ഇരിക്കാതെ മറ്റു ഭവനങ്ങളിൽ പോകുന്നു? നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ ഭർത്താവ് മറ്റ് സമാധാനമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരിമാരെ, അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക സഹോദരന്മാരെ. നമ്മുടെ വീട്ടിൽ സന്തോഷം കിട്ടാതെ വരുമ്പോഴാണ് പുറത്തെ സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ പുറത്തെ കൂട്ടുകെട്ടിന് വേണ്ടി, പുറത്തെ സന്തോഷത്തിന് വേണ്ടി ലോകത്തിലേക്ക് വ്യക്തികൾ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആമേൻ ഞങ്ങളെ ആമേൻ കോഴഞ്ചേരിയിലാണെന്ന് തോന്നുന്നു, കോഴഞ്ചേരിയാണോ മല്ലപ്പള്ളിയോ എവിടെ നിന്നോ ഒരു മീറ്റിങ്ങിന്റെ കാര്യം വന്നപ്പോൾ ആമേൻ ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഈ വെക്കേഷൻ ടൈമിനൊന്ന് വിളിക്കരുത്, കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ആമേൻ സന്തോഷമായി പുറത്തൊക്കെ ഒന്ന് പോകാൻ കിട്ടുന്ന ഒരു ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചാലും ഞാൻ വരത്തില്ല. കാരണം ആമേൻ ഹലോ ഒത്തിരി കഴിഞ്ഞ ദിവസം വരെയും ഓരോ സഹോദരിമാർ വിളിച്ചു പറയുന്നത് കേൾക്കണം. ചർച്ചിൽ പോയി ഉപവാസവും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭർത്താവില്ല. അടുത്ത വീട്ടിൽ ആമേൻ ചിലപ്പോൾ സഹോദരന്മാർ കാണും, ചിലപ്പോൾ സഹോദരിമാർ കാണും. അടുത്ത വീട്ടിലെ സഹോദരിമാർ ഹൃദയത്തിൻ്റെ ഒരു സന്തോഷം കൊണ്ടായിരിക്കും ആമേൻ ഭാര്യ അവിടെ ഇല്ലല്ലോ, ഒന്നും വെക്കാതെയും വിളമ്പാതെയും അവളുമാർ പള്ളിയിൽ പോകുന്നു. ഒന്ന് ആമേൻ ഓണമല്ലേ, ഇച്ചിരി നല്ല ഫുഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസം കൊടുക്കാം. ആമേൻ ഹല്ലേലൂയ. ആ സഹോദരനെ അങ്ങോട്ട് വിളിക്കുന്നത് അപ്പോഴായിരിക്കും ഇവിടത്തെ ഒറിജിനൽ ഭാര്യ പള്ളിയിൽ നിന്ന് നടന്നു വരുന്നു. ഷെടാ ആമേൻ
ഞാൻ പള്ളിയിൽ പോയ തക്കം നോക്കി ഇവനിതാ അപ്പുറത്തെ വീട്ടിൽ പോയി. ഒത്തിരി സമയം വേണോ അടി നടക്കാൻ? ആമേൻ. ഒത്തിരി ആമേൻ ഹല്ലേലൂയ ടൈം വേണം ഒരു കുടുംബത്തിനകത്ത് ഒരു കലങ്ങമുണ്ടാകുവാൻ. ഒരു സഹോദരി വിളിച്ച് ഭയങ്കരമായി കരയുന്നു, ഭയങ്കരമായി വേദനിപ്പിക്കുന്നു. ഞാൻ വല്ലാതെ ആമേൻ വല്ലവിധനെയും പറഞ്ഞവരെ ആമേൻ സമാധാനപ്പെടുത്തി. അവസാനം ഞാൻ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ് കുടുംബജീവിതം? കുടുംബജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രാധാന്യവും സഭയുടെ പ്രാധാന്യവും പ്രാർത്ഥനയുടെ പ്രാധാന്യവും അവർക്ക് പറഞ്ഞു കൊടുത്തു. ആമേൻ. കുടുംബം നമ്മളോടൊപ്പം വേണം. ആമേൻ. ദൈവവും വേണം, കുടുംബവും വേണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ കുടുംബവും ഉണ്ട്. ആമേൻ. എന്നും പറഞ്ഞ് കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് ആമേൻ 24 അവർ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ആലയത്തിൽ പോയിരുന്നാൽ ആമേൻ പാവപ്പെട്ട കുടുംബത്തിന് വെച്ച് വിളമ്പി കൊടുക്കണ്ടേ? പാവപ്പെട്ട ഭർത്താവിന്റെ കൂടെ നീ കറങ്ങാൻ പോയില്ലെങ്കിൽ ആമേൻ മറ്റുള്ളവർ കറങ്ങാൻ പോകും. ആമേൻ. നമ്മൾ കൊടുക്കേണ്ട സ്നേഹം നമ്മുടെ ഭർത്താവിന് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ പുറത്തെ സ്നേഹം തേടി പോകും, അവർ പുറത്തെ കെയറിങ്ങിന് വേണ്ടി പോകും. അമ്മ ആമേൻ ഒരു മാതൃകയായി മക്കളോടും ആമേൻ അപ്പനും അമ്മയും മാതൃകയായി മക്കളോടൊപ്പം ചേർന്നിരുന്നാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ ആമേൻ ഹല്ലേലൂയ സംസാരം കൂടെ കേട്ട് അവരുടെ വാക്കുകൾക്കും കൂടെ വില കൊടുത്ത് ഒരുമിച്ച് സംസാരിച്ച് തുല്യ പ്രാധാന്യത്തോടുകൂടെ മുൻപോട്ട് പോയാൽ ആമേൻ പുറത്തു പോകണമോ ഒരുമിച്ച് പോകാൻ പറ്റും. നിന്റെ തലമുറ ഒറ്റയ്ക്ക് പോകത്തില്ല, നിന്റെ ഭർത്താവ് ഒറ്റയ്ക്ക് പോകത്തില്ല, നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് പോകത്തില്ല. പല സഹോദരിമാരും പറയുന്നത് ഞാൻ വിളിക്കുന്ന സ്ഥാനത്തിൽ എൻ്റെ ഭർത്താവ് വരുന്നില്ല. ഞാൻ ചോദിക്കുന്നു സഹോദരി, നിന്റെ ഭർത്താവ് വിളിക്കുന്നിടത്ത് നീ പോകുന്നു, പിന്നെ എങ്ങനെ നിന്റെ ഭർത്താവ് ആമേൻ നീ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും? പ്രിയ ദൈവമക്കളെ, ആമേൻ ആത്മീക ജീവിതവും ഭൗതിക ജീവിതവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആമേൻ. ഭർത്താവിനോടൊപ്പം ഇരുന്നാലും ഭർത്താവിന്റെ കരം പിടിച്ച് ആമേൻ നീ സുവിശേഷം പറയുവാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ മിണ്ടാതിരുന്ന ദൈവം അറിയേണ്ട സ്ഥാനത്ത് അവിടെ ഇരുന്ന് മിണ്ടാതിരുന്ന അന്യഭാഷയിൽ കരം കൊടുക്കണം. ഹന്ന ലഹരിയിൽ, പ്രാർത്ഥനയുടെ ലഹരിയിൽ ആലയത്തിനകത്തിരുന്ന് കരഞ്ഞതുപോലെ നിന്റെ ഭർത്താവിനോട് നാക്കിട്ടടിക്കുവാൻ പോകരുത്. നീ പരാജയപ്പെട്ടു പോകും, നിന്റെ കുടുംബജീവിതം തകർന്നു പോകും. നിന്റെ മക്കളോട് നാക്കിട്ടടിക്കുവാൻ പോകരുത്. നീ മിണ്ടാതിരുന്ന പ്രാർത്ഥനയുടെ ലഹരിയിൽ നിന്റെ തലമുറയുടെ കയ്യിൽ പിടിക്കുമ്പോൾ നീ നാവ് കൊണ്ട് സംസാരിക്കേണ്ട. നിന്റെ മേൽ പകരപ്പെട്ടൊരു പ്രാർത്ഥനയുടെ ലഹരിയുണ്ട്, ആത്മാവിന്റെ ഒരു പകർച്ചയുണ്ട്. നീ കരം കോർക്കുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകം നിന്റെ ഭർത്താവിന്റെ മേൽ ചലിക്കും, നിന്റെ തലമുറയുടെ മേൽ ചലിക്കും, നിന്റെ അമ്മായിയമ്മയുടെ മേൽ ചലിക്കും, ആമേൻ നിന്റെ മരുമകളുടെ മേൽ ചലിക്കും. ശഖന റീകാലക ശംദരാരകൾ കടകസി. നാവിട്ട് സംസാരിച്ചാൽ കുടുംബം കലയും. ഇതാരും പറഞ്ഞു തരത്തില്ല. എല്ലാവരും വാന്ന് വിളിക്കും. പക്ഷെ ആലയത്തിൽ വരുമ്പോൾ പാസ്റ്റർമാർക്ക് വിശ്വാസികൾ വരും. പാവപ്പെട്ട വിശ്വാസികളുടെ വീട്ടിൽ പോയി അടി നടക്കുന്നത് ആരും ചിന്തിക്കത്തില്ല. വിളിച്ചാൽ പോലും ഇവർ ഫോൺ എടുക്കത്തില്ല. പാസ്റ്ററെ ഞാൻ വന്നു, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ഇതാ വിഷയം. വിളിച്ചാൽ പോലും എടുക്കത്തില്ല. പ്രിയ മക്കളെ, ആമേൻ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം, പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആമേൻ കർത്താവ് തന്ന കുടുംബത്തെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ക്രിസ്തീയ ജീവിതം? ആമേൻ ദൈവം കുടുംബജീവിതം ഭൂമിയിലാക്കിയപ്പോൾ ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം മക്കളോടൊപ്പം ഒരുമിച്ച് സമയം ചിലടുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ കുടുംബജീവിതം? പിന്നെ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം? പിന്നെ എന്താ കാര്യം? ആമേൻ അതുകൊണ്ട് നിന്നെ വിലക്കുന്നവരോട് നോ പറയണം. ആമൻ എൻ്റെ കുടുംബവും വേണം. ദൈവത്തിന് എന്നെ നന്നായി അറിയാം. ആമൻ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. ഇന്ന് രാവിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ആമൻ ഓണത്തിൻ്റെ അന്ന് കിടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെല്ലാത്തോണ്ട് പാസ്റ്റർ പറഞ്ഞു, സഹോദരി നീ അടുത്ത ആഴ്ചയോട് ചർച്ചിൽ വരണ്ട, നിനക്ക് ഫ്രീഡം തരുന്ന ചർച്ചിൽ പൊക്കോളാം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആമൻ ആ ഭൂതം പുറത്തായി അടുത്തുള്ള വേറെങ്ങാനും ഓടിപ്പോയി ദൈവത്തെ ആരാധിക്കുക. ആമൻ അങ്ങനെ കുറ്റം പറയുന്നതിൻ്റെ അടുത്ത് ഒന്നും തലവെച്ചു കൊടുക്കേണ്ട, അതൊന്നും ശുശ്രൂഷയല്ല. നിന്റെ കുടുംബം നിന്നോടൊപ്പം വേണം. ആമേൻ ഞങ്ങൾക്ക് സന്തോഷമാ. ദൈവകൃപയാൽ ഏത് വീട്ടിൽ പോയാലും അവിശ്വാസിയായുള്ള ഭർത്താക്കന്മാർ ചെല്ലുന്നിടത്ത് അവർ പറയും, അയ്യോ രതീഷ് വന്നു, അല്ലെങ്കിൽ രതീഷ് ദൈവദാസൻ വന്നു, അല്ലെങ്കിൽ സിസ്റ്റർ വന്നു, അയ്യോ അവർ ഞങ്ങൾക്കൊരു ശല്യമില്ല. ഞങ്ങളൊരു ദിവസം അവൻ ഒരിടത്ത് വിസിറ്റിങ്ങിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ആ സഹോദരൻ്റെ ഭർത്താവ് അവൻ വേറൊരിടത്ത് ചെന്നെന്ന് പറയുകയാണ്, അയ്യോ അവർ രണ്ടുപേരും പൂച്ചയെ പോലെ വരും, അവർ വന്ന് പ്രാർത്ഥിക്കും, എന്നോടും ചില സമയങ്ങളിലൊക്കെ സുവിശേഷം പറയും, ചർച്ചയിൽ വരാൻ വിളിക്കും, പക്ഷേ എന്നെ അവരൊരു ചീത്ത
ചീത്തയും പറയുന്നില്ല, എന്നെ ശപിക്കുന്നില്ല, ഞാൻ ചത്തുപോകുമെന്ന് പറയുന്നില്ല, നാശത്തിൻ്റെ വിത്ത് അവർ വിതയ്ക്കുന്നില്ല. അവർ വന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഈ കുടിയനായി എന്നെ അനുഗ്രഹിച്ചിട്ട് അവർ പോകുന്നേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അങ്ങനെ കേൾക്കാനും ഒരു ഭാഗ്യം വേണം. ആമേൻ. നമ്മൾ വാക്കുകൊണ്ട് വേദനിക്കും തോറും അവർക്ക് വേദനയുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ ആമേൻ കുടുംബം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവർക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദഹിക്കത്തില്ല. ആമേൻ. പെന്തക്കോസുകാർ അങ്ങനെയല്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വിളിക്കുമ്പോൾ നിന്റെ ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ, മക്കള് കൂടെ ഇല്ലെങ്കിൽ, നരകയാതനിൽ കിടന്ന് കണ്ണുനീർ അനുഭവിക്കുമ്പോൾ നീനങ്ങ് സ്വർഗത്തിന്റെ മളികാളിയെ ചെന്നിരുന്ന് നിനക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അവിടെ ഇരുന്ന് പറയും, കർത്താവേ, എൻ്റെ വീട്ടിൽ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ, എന്നിട്ടും എൻ്റെ ഭർത്താവിനെ അവിടെ ഇട്ടു, എന്തുകൊണ്ട്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. അപ്പനെല്ലാം സേഫ് ആക്കിയിട്ടേ, ആമേൻ, ഹല്ലേലൂയ, അപ്പനെല്ലാം സേഫ് ആക്കിയിട്ടേ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. അപ്പനെല്ലാം മുൻകൂട്ടി ചെയ്തിട്ടേ ആമേൻ നിന്നെ അപ്പൻ വിളിക്കത്തുള്ളൂ. ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചത്തുപോയാൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ആര് കരയോ, എൻ്റെ മക്കൾക്ക് വേണ്ടി ആര് കരയും, അവർ നിത്യത അവകാശമാകുമോ? ആമേൻ. നിന്നെ അപ്പൻ പിടിച്ചെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, പത്രോസിനെ പിടിച്ചുവെങ്കിൽ, ശൗലിനെ പിടിച്ചുവെങ്കിൽ, ആമേൻ, അതിനേക്കാൾ വലുതാണോ നിന്റെ ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികൾ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബം നമ്മളോടൊപ്പം വേണം, നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം വേണം. ഞാൻ ഈ പറഞ്ഞതൊന്ന് ആമേൻ ക്ഷമയോടെ ചിന്തിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ. ഭർത്താവിനോട് ഉപദേശിക്കാൻ പോണ്ട, മദ്യപിക്കുന്ന ഭർത്താവിനോട് ഉപദേശിക്കാൻ പോണ്ട, ചീത്ത പറയുന്ന ഭർത്താവിനോട് ഉപദേശിക്കാൻ പോണ്ട. അഭിഷേകമുള്ള നിന്റെ കൈ ആമേൻ കരത്തി പിടിക്കാൻ തന്നില്ലെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി. പത്രോസിന്റെ നിഴൽ തട്ടി അനേകർ ഭൂതം വിട്ടുമാറിയെങ്കിൽ, രോഗസൗഖ്യമായെങ്കിൽ, നിന്റെ മേലുള്ളത് അതിനേക്കാൾ ശ്രേഷ്ഠമായ അഭിഷേകത്തിന്റെ തൈലമാ. നീ നടക്കുന്നിടത്ത് അത്ഭുതം നടക്കും, നീ തൊടുന്നിടത്ത് അത്ഭുതം നടക്കും. അപ്പന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെങ്കിൽ, നിന്റെ നാവിലുള്ള അധികാരം, നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുമുള്ള അധികാരം ആമേൻ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഇന്നും എൻ്റെ വീട്ടിൽ അടിയായിരുന്നു, ഇന്നും എൻ്റെ വീട്ടിൽ പ്രശ്നമായിരുന്നു എന്ന് പറയുന്ന സഹോദരി, ഭർത്താവ് ചാകാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ആമേൻ. ആദ്യം നിന്റെ മേലുള്ള ഭൂതം അങ്ങ് എടുത്ത് മാറ്റണം. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് അഭിഷേകമുള്ള നീ ആമേൻ ഒന്നും മിണ്ടാതെ ഇതിനേക്കാൾ അപ്പുറം ഞാൻ ചെയ്തിട്ടുള്ളതാ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഭർത്താവിൻ്റെ മടങ്ങിന് വേണ്ടി ജീവനോടെ ഇരിക്കുന്ന, ഇന്നും ജീവനോടെ ഇരിക്കുന്ന എത്രയാ ആമേൻ വ്യക്തികളെ ഞാൻ 7 വർഷത്തിന് മുമ്പേ കൊന്നിട്ടുണ്ടെന്നറിയാവോ, വാക്കുകൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, രാത്രി ഉറങ്ങുമ്പോൾ തലയിൽ കൈവച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ തല മുഴുവനും നിറഞ്ഞ് ആമേൻ കണ്ണുനീർ ആമേൻ നിറഞ്ഞൊഴുകിയ സമയമുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? വേദനയുടെ കഠിനം അത്രത്തോളമാ. ആമേൻ. അതുകൊണ്ട് നീ ഉപദേശിക്കാനൊന്നും പോണ്ട, ഉപദേശിച്ച് കുടുംബം അടിച്ചു വിരിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഉപദേശിക്കുവാൻ പോകരുത്. നിന്റെ മേലുള്ള പ്രാർത്ഥനയുടെ ലഹരി ആമേൻ ഒന്ന് അടുത്ത് ചെന്നാൽ ചെന്നാൽ മതി. ആമേൻ. നിന്റെ മേലുള്ള അഭിഷേകം ചിലതിനെ പുറത്തു കൊണ്ടുവരും. ചില ശൗലുമാരെ പൗലോസാക്കി മാറ്റും, ചില പത്രോസുമാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. റബല ശഖനെ റീഖാലഗസി അതുരവൽ ശംദര അധാരഘടക ശംദരാരകൾ കടഗസി. നിന്റെ മേലുള്ള അഭിഷേകം ഹന്നയുടെ പ്രാർത്ഥനയുടെ ലഹരി പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആമേൻ. മറുപടി നിനക്കവൻ നൽകും. ആമേൻ. ഹന്ന ആമേൻ മറുപടി ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇന്ന് പകലും എൻ്റെ വിഷയത്തിനുള്ള മറുപടി, വർഷങ്ങൾ കൊണ്ടുള്ള വിഷയത്തിനുള്ള മറുപടി ലഭിച്ചു എന്ന് വിശ്വസിച്ച് എഴുന്നേൽക്കുമെങ്കിൽ മറുപടി നിന്റെ ഭവനത്തിനകത്തുണ്ട്, മറുപടി നിന്റെ ബാങ്ക് അക്കൗണ്ടുകൾക്കകത്തുണ്ട്, മറുപടി നിന്റെ കുടുംബ ജീവിതത്തിനകത്തുണ്ട്, മറുപടി നിന്റെ ശരീരത്തിന്റെ വിടുതലിനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പിന്നെ അവളുടെ ഹൃദയം വാടിയില്ല. പ്രവാചകൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് ലഭിച്ചിരിക്കുന്നു. വാക്ക് കേട്ടതും ആമേൻ അവൾ ചാടി എഴുന്നേറ്റു. പുരോഹിതൻ പറഞ്ഞതിൽ പ്രകാരം അവൾ ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഇന്ന് പകലിൽ ആരോടോ കൈമാറിയൊരു ദൂത, പ്രവചനം നീ കേട്ടുവെങ്കിൽ, ദൂത് നീ കേട്ടുവെങ്കിൽ ഏറ്റെടുക്കോ. നിന്റെ മുഖം ഇനി വാടരുത്, ഇനി നീ പിറവിറക്കരുത്. പ്രാർത്ഥനയുടെ ലഹരിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുക. പ്രാർത്ഥനയുടെ ലഹരിയോടെ ഇന്ന് പകലിൽ അഭിഷേകത്തോടെ നിന്റെ ഭവനത്തിന്റെ പടിയൊന്ന് ചവിട്ട്. അഭിഷേകം ചില കാടുകളെ കത്തിക്കും. നാളെ എന്താകുമെന്ന് വിധി എഴുതി അവൻ കുറ്റം പിരിക്കുവാൻ പ്ലാൻ ഒരുക്കി വരുന്നവരുടെ മുമ്പിൽ
അനുഭവിച്ചറിഞ്ഞു. ആമേൻ. ശമൂവേൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ അവൾക്ക് ദൈവം നൽകുവാനിടയായി. മുലകുടി മാറിയപ്പോൾ അവൾ നേർന്നതുപോലെ തന്റെ തലമുറയെ ആമേൻ ആലയത്തിന് വേണ്ടി അവൾ സമർപ്പിച്ചു. അതുകൊണ്ട് അവളുടെ തലമുറ നശിച്ചു പോയോ? ഇല്ല, അവളുടെ തലമുറ നശിച്ചില്ല. ആമേൻ. രാജ്യ പദവിയിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ എന്ന പദവിയിലേക്ക് ഇന്ന് പകലിൽ ആമേൻ കൊടുക്കേണ്ടതിന് കർത്താവിന് നീ കൊടുക്കുമെങ്കിൽ, കൊടുക്കേണ്ടതിന് നീ കർത്താവിന് കൊടുക്കുമെങ്കിൽ ചില പ്രവാചകന്മാർ, ചില പ്രവാചകിമാർ പ്രാർത്ഥനയുടെ ലഹരിയെ നീ ചിലതിനെ കൊടുക്കുമെങ്കിൽ, നീ ചിലതിനെ കൊടുക്കുമെങ്കിൽ, ചിലത് നിനക്ക് നൽകുന്നത് പ്രവാചകന്മാരാ, ചില പ്രവാചകിമാരാ. ശഖാന റീബാലക ശംദരാരകൾ കടകസി അർത്ഥൽ പ്രൗഢവന ദീപലകടക ശംദരാരകൾ പ്രൗഢവന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹന്നമാരായി മാറണം. ഹന്നയെ പോലെ കരയുവാൻ തയ്യാറാകണം. പ്രാർത്ഥനയുടെ ലഹരിയെ പോരാടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശമൂവേലിനെ ആമേൻ ഹന്ന ചോദിച്ചു വാങ്ങിയതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ചോദിച്ചു വാങ്ങി എന്ന അർത്ഥം വരുന്ന ശമൂവേൽ എന്ന പേര് ആമേൻ ലഭിച്ചത്. ആമേൻ. അങ്ങനെയെങ്കിൽ കരയുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിന്റെ തുരുത്തി നിറഞ്ഞു കവിയുന്നുണ്ടെങ്കിൽ ചില തുരുത്തികൾ നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹത്തിന് കരയുന്ന ഹന്നമാർക്കായി സ്തോത്രം. ആമേൻ. കർത്താവ് നിന്നെ ഓർത്തതിനായി സ്തോത്രം. അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ. റീബാലക ശംദരാരകൾ പ്രൗഢവന അടകദരകടക ശംദരാരകൾ കടകസി. കരയുന്ന ഹന്നമാർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയുടെ ലഹരിയിൽ നിലവിളിക്കുന്ന ഹന്നമാർ ഇന്ന് പകൽ എഴുന്നേൽക്കട്ടെ. അപ്പോൾ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അങ്ങ് കാണിച്ചുവല്ലോ, പ്ലാനിങ്ങുകളും പദ്ധതികളും ഒരുക്കി രേഖ എഴുതി വരുന്നൊരു ടീം. സ്വർഗമേ ആമേൻ. പിശാച് എന്ത് പദ്ധതി ഒരുക്കിയാലും പ്രാർത്ഥനയുടെ ലഹരി ചിലതിന്മേൽ പറയുവാനുള്ള അധികാരത്തെ അപ്പനങ്ങ് കൊടുക്കണം. കുടുംബങ്ങൾക്ക് വിരോധമായി തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നതിനെ അപ്പനങ്ങ് പണിയുന്നതിനായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.